ഇവിടെ ക്രൈസ്തവനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ക്രൈസ്തവന്റെ നെഞ്ചത്ത് കയറുന്ന ഒരു സ്വഭാവം അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അത് കാണാനും കേൾക്കാനും കഴിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടി ഓശാന പാടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ക്രൈസ്തവര്, മുസ്ലിംസ്, ഹിന്ദുക്കള് ഇങ്ങനെ നമ്മൾ വേർതിരിക്കാതെ, ഇത് നമ്മുടെ ഭരണഘടനയോട് ഇവർ കാണിക്കുന്ന അതിക്രമമാണ്. അപ്പോൾ ആ അതിക്രമത്തിനോട് ഒരുമിച്ച് നിൽക്കാൻ തക്കൊണ്ട് ഇടയായിത്തീരണം. ഇപ്പൊ ബജരംഗദളിനെ പോലെയുള്ള ഈ ഭീകര സംഘടനയെ നിരോധിക്കാൻ തക്കവണ്ണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം മാത്രം നിൽക്കുക എന്നുള്ള ജോൺസൺ തേക്കടയിൽ ഇത് തുടർന്ന് ഈ ക്രിസ്മസ് സീസൺ കഴിഞ്ഞാലും തുടരുമോ എന്നറിയില്ല. പക്ഷെ ക്രിസ്മസിനെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ വളരെ കാലമായി നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ കെന്നഡിയോട് സൂചിപ്പിച്ചതുപോലെ ഡിസാസ്റ്റർ സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞ് 2 കൊല്ലം മുമ്പ് RSSന്റെ മുഖവാരികയായ അനൌദ്യോഗിക മുഖവാരികയായ ഓർഗനൈസർ ഒരു ലേഖനം എടുത്തിട്ടുണ്ട്. ഞാനത് പലവട്ടം ഈ പരിപാടികൾക്കകത്ത് വായിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ. എല്ലാ കൊല്ലവും ഇത് പതിവാണല്ലോ. നെയ്തർ സോ മെറി നോർ സോ ഹാപ്പി എന്ന പേരിലാണ് സാന്റാക്ലോസിന്റെ വലിയ പടമൊക്കെ വെച്ചിട്ടുള്ള ലേഖനം. എന്ന് പറഞ്ഞാൽ ക്രിസ്മസിനെതിരെയുള്ള ഒരു ആശയപ്രചരണം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അതിൽ പറയുന്നത് മോർ ദാൻ 33 million trees are cut down for Christmas cards. Over 120 million trees are cut down each Christmas, which results in carbon footprint between 2-3 billion kilograms. During Christmas every year, 22,000 miles of wrapping vapors are thrown away. എന്ന് പറഞ്ഞ് ലോകത്ത് പരിസ്ഥിതി ദുരന്തം ഉണ്ടാക്കുന്നതും വായു മലിനീകരണം ഉണ്ടാക്കുന്നതും തുടങ്ങി സകല കുഴപ്പം ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ആണെന്നാണ് ഔദ്യോഗിക ജിഹകളും അനൌദ്യോഗിക പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ഒരു ആശയപ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹം, അതിൻ്റെ സമുദായ സംഘടനകൾ, CBCA അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇഫക്റ്റീവായി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടോ? അതോ നേരത്തെ കെന്നഡി പറഞ്ഞ മാതൃകയിൽ തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന നിലപാടിലാണോ? ഇതിനകത്തൊരു പ്രതിരോധം എന്നുള്ളതിനേക്കാളും നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധ്വംസക പ്രവർത്തനത്തിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ ജനങ്ങൾ എല്ലാവരും കൂടെ സജ്ജരാകുക എന്നുള്ള. ഇതിപ്പോൾ ക്രൈസ്തവരുടെ മാത്രം ഒരു പ്രശ്നമല്ലെന്നേ. ഇതിപ്പോൾ ഒരു ക്രൈസ്തവര്, മുസ്ലിംസ്, ഹിന്ദുക്കള് ഇങ്ങനെ നമ്മൾ വേർതിരിക്കാതെ, ഇത് നമ്മുടെ ഭരണഘടനയോട് ഇവർ കാണിക്കുന്ന അതിക്രമമാണ്. അപ്പോൾ ആ അതിക്രമത്തിനോട് ഒരുമിച്ച് നിൽക്കാൻ തക്കൊണ്ട് ഇടയായിത്തീരണം. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ കരിമ്പടക്കെട്ട് പിടിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പിടിവിട്ടിട്ട് അവർക്ക് തിരികെ വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അവരതുമൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടോ കേട്ടിട്ടോ നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ഇപ്പോൾ സുഡാനിലും നൈജീരിയയിലും ഒക്കെ ക്രൈസ്തവരെ മുസ്ലിം സഹോദരങ്ങൾ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ബൊക്കോറാത്ത് ഭീകരവാദികളെല്ലാം പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇവർ പീഡിപ്പിക്കുന്നത് കുഴപ്പമില്ല, അത് നമുക്ക് സാന്ത്വനപ്പെടുക എന്നാണോ പറയേണ്ടത്? ഇതൊരു മതേതരത്വ രാജ്യമല്ലേ? ഇത് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ സ്വന്തം രാജ്യമല്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒരുപോലത്തെ രാജ്യമല്ലേ? ഇവിടെ ആരെ വേർതിരിക്കാൻ കഴിയും? ആരും വെട്ടിമുറിക്കാൻ കഴിയും? ഇവിടെ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളായിട്ടല്ലേ വളർന്നിട്ടുള്ളത്? ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടല്ലേ അഭിലാഷം നമ്മൾ വളർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മുടെ ഇടയിലേക്ക് ഈ ഭീകര പ്രവർത്തനം കൊണ്ടുവരുന്ന, ഈ വിദ്വേഷ പ്രവർത്തനം കൊണ്ടുവരുന്നതായിട്ടുള്ള വ്യാജ മതപരിവർത്തന ആരോപണങ്ങൾ കൊണ്ടുവരുന്ന, പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന, ദരിദ്രർക്കും മറ്റുള്ള ആളുകൾക്കും സഹായം നൽകുന്നത് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് ആരോപിക്കുന്ന ബജരംഗദളിനെ പോലെയുള്ള ഈ ഭീകര സംഘടനയെ നിരോധിക്കാൻ തക്കവണ്ണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരണം. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരു പ്രത്യേക സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം മാത്രം നിൽക്കുക എന്നുള്ളതല്ല. എന്ന് പറയുന്നത് അതിന് അവാന്തര സംഘടനയൊന്നുമല്ല. VHPയുടെ യുവജന സംഘടനയാണ്. VHP എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനയാണ്. VHPക്ക് രൂപം കൊടുത്തത് തന്നെ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക് ആണ്. അത് സർക്കാർ വിലാസ സംഘടന പോലത്തെ ഒരു സംഘടനയാണ്. അതിനെ നിരോധിക്കൊന്നുമില്ല. പേട്രണേജ് ഉണ്ട്. പേട്രണേജ് നിരോധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട വക്കീലും അതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള കരിമ്പങ്കാലയൊക്കെ പറഞ്ഞല്ലോ, അവര് വിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാരിനെ പിരിച്ചുവിടുവാൻ ഇവിടുത്തെ യൂണിയൻ സർക്കാരിന് അധികാരമില്ലേ? അവരത് ചെയ്യണ്ടേ? കഴിവുകെട്ട ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ സാമാന്യ ജനങ്ങളെ ഉപദ്രവിക്കാൻ തക്കവണ്ണം അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണോ വേണ്ടത്? അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അഥവാ അത് കയറൂരി വിടുകയാണെങ്കിൽ അത് ഗവൺമെന്റ് സ്പോൺസേഡ് പ്രോബ്ലംസ് അല്ലേ അഭിലാഷേ? അപ്പൊ അതിനെതിരെ ഒരുമിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഇന്നത്തെ ദിവസം, ക്രിസ്മസ് ദിവസം, സ്കൂൾ അവധിയല്ല. ഓക്കെ, അത് വളരെ കറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. ഇന്നലെ അല്ലല്ലോ നമ്മളിത് പറയുന്നത്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞാണ്.
വളരെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞാണ് 3 പേരെ അവർ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോരുത്തരെ ശത്രുപക്ഷത്ത് നിർത്തും. ഇവിടെ ക്രൈസ്തവനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ ക്രൈസ്തവന്റെ നെഞ്ചത്ത് കയറുന്ന ഒരു സ്വഭാവം അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അത് കാണാനും കേൾക്കാനും കഴിയാത്ത മന്ദബുദ്ധികളായിട്ടുള്ള ആളുകളെ അവർക്ക് വേണ്ടി ഓശാന പാടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അവർക്ക് ഒന്നടങ്കം അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ബാലറ്റിൽ കൂടെ ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നാലും ക്രൈസ്തവ സഹോദരങ്ങളായിരുന്നാലും മുസ്ലിം സമൂഹമായിരുന്നാലും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുക, ഹിന്ദുത്വ ശക്തികളെ അകറ്റി നിർത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അതിന് ഓശാന പാടുന്നവർ പാടിക്കോട്ടെന്നേ. അവരെ അറസ്റ്റ് ചെയ്യാനായിട്ടും അവരെ താക്കീത് കൊടുക്കുവാനായിട്ടും കഴിയാത്ത ഒരു ഭരണകൂടമാണ്, ഭരണ നേതൃത്വമാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എത്ര ലജ്ജിക്കേണ്ടി വരും. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയട്ടെ, തടസ്സപ്പെടുത്തരുത്. 2026-2028 കാലയളവിലായിട്ട് ഇന്ത്യ 7ാം തവണ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലേക്ക് അല്ലെങ്കിൽ UNHRCയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, അറിയാലോ അല്ലേ? അതേസമയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിരീക്ഷണങ്ങളിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏറ്റവും മോശം രാജ്യങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു എന്നതാണ് കടുത്ത വിരോധാഭാസം. നമ്മളാണ് ഈ രാജ്യങ്ങളെല്ലാം, ഈ മതവിരുദ്ധമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഒരുമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള രാജ്യത്താണ് ഈ വിരോധാഭാസമായുള്ള കാര്യങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുന്നു, ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ബൈബിൾ കൈവശം വെച്ചതിന് പോലും ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഞാൻ പല ഉദാഹരണങ്ങൾ പറയാൻ എനിക്കുണ്ട്, കാരണം ഞാൻ ഓരോ സ്ഥലങ്ങളിലും പോയി അവിടെയുള്ള പ്രശ്നങ്ങൾ നേരിടിയെ കണ്ട ഒരു വ്യക്തിയാണ്. ഛത്തീസ്ഗഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 300 വില്ലേജുകൾ, ആ 300 വില്ലേജുകൾ അവിടെ ജനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തോട് ആദ്യമായിട്ട് പറഞ്ഞത് പത്തനംതിട്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ നാട്ടിൽ ചെന്ന് ബസ്തർ മേഖല പ്രവർത്തിച്ചപ്പോൾ ഒരു പറ്റം ആളുകൾ ഛത്തീസ്ഗഡ് ഭാഷയും അതുപോലെ ഹിന്ദിയും സംസാരിക്കാത്ത ആളുകൾ അവരെ കണ്ടെത്തി അവരെവിടെയാണ് താമസിക്കുന്നത് അറിയാൻ വേണ്ടി കാൽനടയായി ചെന്ന് 60-65 കിലോമീറ്റർ നടന്നു എന്ന് കണ്ടപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരിൻ്റെ രേഖയിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ മനുഷ്യരാക്കി തീർക്കാൻ തക്കവണ്ണം വിദ്യാഭ്യാസവും അവർക്ക് വേണ്ടുന്ന ആതുര സേവനവും കൊടുത്ത് അവരെ ഉന്നതിയിലേക്ക് നയിച്ചു. ഇപ്പം നേരത്തെ ഇവിടെ വളരെ വാചാലമായിട്ട് ചില ആളുകളൊക്കെ പറഞ്ഞല്ലോ, ഞാൻ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് അഭിലാഷം നിർത്താം. നമ്മളിപ്പോൾ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്ന ഹിന്ദി ഭാഷയുണ്ടല്ലോ, നമ്മുടെ ദേശീയ ഭാഷയായിരിക്കണം എന്ന് പറഞ്ഞത്. ആ ദേശീയ ഭാഷ സംസാരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത് സാമുവൽ ഹെൻറി കെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ബിറ്റേറിയൻ മിഷണറി 1875 ഇവിടെ വന്നിട്ട് ആ ഭാഷയ്ക്ക് രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടാകത്തില്ല, നമുക്കൊരു ദേശീയത ഉണ്ടാകത്തില്ലായിരുന്നു, ഇവിടെ നമുക്ക് ഒരു ഭരണഘടന ഉണ്ടാകത്തില്ലായിരുന്നു. അതാദ്യം മനസ്സിലാക്കണം. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടന നൽകി തന്ന, ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്ത, ഇത് ആര്യവൃത്തം എന്ന് പറഞ്ഞ ഒരു നാടും മ്ലേച്ഛ രാജ്യം എന്ന് അറിയപ്പെടുന്ന മറ്റൊരു എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു പോകാനുള്ള സമയം നമുക്ക് ഈ കോൺടാക്ട് അധ്വാനം കൊണ്ടാണ്. ശരി, അല്ല നമുക്കിതെല്ലാം ഒന്നും പറഞ്ഞ് ഇപ്പൊ കറണ്ട് ആയിട്ട് വന്നിട്ടുള്ള ബാബാ സാഹേബ് അംബേദ്കറെക്കാട്ടും വലിയ ആളാണ് അയാൾ. ശരി 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 ഓക്കെ 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 സമയം ഓക്കെ അച്ഛനിലേക്ക് ഞാൻ വരാം.